വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് മണ്ണാർക്കാട് അനുമോദന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ അപമാനിച്ചതിൽ മുൻമന്ത്രി കെ ടി ജലീലിനെതിരെ കേസെടുത്തിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ. കുട്ടിയെ വേദിയിലേക്ക് വിളിച്ചു ചെവിയിൽ നുള്ളിയ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസെടുത്തത്. അതേസമയം വിവാദത്തിൽ വിശദീകരണവുമായി കെ ടി ജലീൽ രംഗത്തെത്തിയിട്ടുണ്ട്. തമാശയിലൂടെ ദേഷ്യപ്പെട്ടും ചിരിച്ചും ചിരിപ്പിച്ചും കുട്ടികളെ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് ശ്രമിച്ചതെന്നാണ് ന്യായീകരണം. പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു കാര്യത്തിൽ MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി പരാതിപ്പെട്ടതിന്റെ ഔചിത്യം മനസ്സിലാകുന്നില്ലെന്നും ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ്. ജലീൽ അപമാനിച്ചിട്ടില്ലെന്ന അനുമോദനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഇന്നലെ ഞങ്ങളുടെ വാർഡിന്റെ നഗരസഭയിലെ അനുമോദന ചടങ്ങിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കെ ടി ജലീൽ സാറായിരുന്നു വന്നത്. ഹിന്ദിയിൽ എത്ര പ്ലസ് ഉണ്ടെന്ന് ചോദിച്ച് സ്റ്റേജിൽ വിളിച്ച് പേരൊക്കെ എഴുതിപ്പിച്ചു. ചെറിയ അക്ഷരത്തൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലെ അധ്യാപകൻ ചെയ്യുന്ന പോലെ ചെവിയിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചതുള്ളൂ. വളരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇക്ബാൽ ഇറക്കിലും സോണൽ കൃഷിയും ചേരുകയാണ്. ഇക്ബാൽ, ആ കുട്ടികളുടെ നമ്മൾ പ്രതികരണം കേൾക്കുകയാണ്. പക്ഷെ അവർക്ക് എന്താ അറിയാം, ആ വീഡിയോ കാണുന്ന ആർക്കും അത് കൃത്യമായി അവരെ അപമാനിക്കുകയാണ് എന്ന് മനസ്സിലാകും. ഏതായാലും ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. വിനീത, ഏതായാലും ഈ കെ ടി ജലീൽ ഈ വിദ്യാർത്ഥികളെ ഈ തെറ്റ് തിരുത്തി നൽകുന്നതും അതിനിടയിൽ ഒരു കുട്ടിയുടെ ചെവിക്ക് പിടിച്ചു നുള്ളുന്നതുമായി ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതു പിന്നാലെ വലിയ രീതിയിൽ ആ സംഭവങ്ങൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ മുൻമന്ത്രി കെ ടി ജലീലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കുട്ടികളോട് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന കാട്ടിക്കൊണ്ടുള്ള ആരോപണത്തെ തുടർന്നാണ് നടപടി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഇപ്പോൾ ആ റിലീസിലും അതാണ് പറയുന്നത്. ഒരു കുട്ടിയെ വേദിയിലേക്ക് വിളിച്ച് ചെവിയിൽ നുള്ളിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറാണ് നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ കെ ടി ജലീൽ അപമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതികരണവുമായി ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തുള്ള വിദ്യാർത്ഥികൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഹിന്ദിയിൽ മേൽവിലാസവും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ പേരും എഴുതാൻ കെ ടി ജലീൽ ആവശ്യപ്പെട്ടു. സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ആവശ്യപ്പെട്ടത്. അതിൽ ചില പിഴവുകൾ സംഭവിച്ചു. ആ പിഴവുകൾ സംഭവിച്ചപ്പോൾ സ്കൂളിലെ അധ്യാപകന്മാരെ പോലെ കെ ടി ജലീൽ തിരുത്തി നൽകി.